ഇനി നിങ്ങൾക്ക് കേൾക്കണോ ഞങ്ങളെ ശാഫിഈ മദ്ഹബിലെ ഇമാമായ ഇമാം നവവിയെ കുറിച്ച് നിങ്ങൾ പച്ചക്കള്ളം പറഞ്ഞില്ലേ? നവവി ഇമാം മൗനജാത നടത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇമാം നവവിയുടെ അദ്കാർ നിങ്ങൾക്ക് തികച്ച വാചകമാണ്. ഞാൻ ആ സ്ക്രീനിൽ കാണിക്കുന്നത് എടുത്തു നോക്കൂ. എന്താണ് ഇമാം നവവി പറഞ്ഞത്? ബാബു മാ യഖൂലുൽ മസീ മഅൽ ജനാസ, മയ്യിത്തിന്റെ കൂടെ നടന്നു പോകുന്നവൻ ചൊല്ലേണ്ടതിൽ പറയുന്ന അധ്യായം. മയ്യിത്തിന്റെ കൂടെ പോകുമ്പോൾ ചൊല്ലണ്ടെന്നല്ല, മയ്യിത്തിന്റെ കൂടെ പോകുന്നവൻ ചൊല്ലേണ്ടതിൽ പറയുന്ന അധ്യായം. ഇമാം തങ്ങൾ പറയുന്നു യുസ്തഹബ്ബുലഹു, മയ്യിത്തിന്റെ കൂടെ പോകുന്നവന് സുന്നത്താക്കപ്പെടും. അയ്യകൂന മുസ്തഖിലൻ ബിദിക്രില്ലാഹി തആല, അവൻ അല്ലാഹുവിന്റെ ദിക്ർ കൊണ്ട് ജോലിയാകൻ സുന്നത്താക്കപ്പെടും. ജനങ്ങളെ, ഈ സുന്നത്ത് ഞങ്ങളെ നാടുകളിലൊക്കെ നടക്കുമ്പോ അത് മൗനജാതയാക്കാൻ വേണ്ടി നിങ്ങൾ നവവി ഇമാമിന്റെ പേരിൽ ഇബാറത്ത് കട്ടുവെച്ചില്ലേ? മൗലവി, നിങ്ങൾ എന്തേ ഇബാറത്ത് വായിക്കാതെ പോയത്? എന്നിട്ട് ഇമാം നവവി അതിന്റെ ശേഷം പറയുന്ന ഒരു വാചകമുണ്ട്. വഅലം അന്ന സവാബൽ മുഖ്താറ മാ കാന അലൈഹി സലഫു റളിയല്ലാഹു അൻഹു അസ്കൂതു ഫീ ഹാലി സയ്രി മഅൽ ജനാസതി, ജനാസന്റെ കൂടെ പോകുമ്പോൾ സുകൂത്താണ് സലഫു സാലിഹീക പതിവ്. സുക്കൂത്ത് എന്ന് പറഞ്ഞാൽ മൗലവിന്റെ അർത്ഥം മിണ്ടാതിരിക്കൽ എന്നാണ്. നവവി ഇമാം അതിനർത്ഥം പറയുന്നതോ ഫലാ യുർഫഉ സൗത്തുൻ ബിഖിറാഅത്തിൻ വലാ ദിക്രിൻ വലാ ഗൈരി ദാലിക. ഞാൻ സുക്കൂത്ത് എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ചൊല്ലാതിരിക്കലല്ല, മറിച്ച് അമിതമായി ശബ്ദമുയർത്തരുത് എന്നാണ്. ബാങ്ക് കൊടുക്കുമ്പോലത്തെ ശബ്ദം വേണ്ട, തക്ബീർ ചൊല്ലുമ്പോലത്തെ ശബ്ദം വേണ്ട, ദിക്ർ ചൊല്ലിപ്പോകണമെന്നാണ് ഇമാം നവവി പറഞ്ഞത്. പക്ഷേ ഫലാ യുർഫഉ സൗത്തുൻ എന്ന് പറഞ്ഞിട്ട് ഉള്ള ഈ വിവരണവും ആദ്യം ദിക്ർ ചൊല്ലിപ്പോകണം എന്ന് പറഞ്ഞതും എന്താണ് ചൊല്ലേണ്ടതെന്ന അധ്യായം പറഞ്ഞതും ഈ ഭാഗങ്ങൾ കട്ടുവെച്ചിട്ടല്ലേ മൗലവി? നിങ്ങൾ ഈ നാദാപുരത്ത് 4 ദിവസത്തെ പ്രസംഗത്തിൽ എന്റെ നാട്ടുകാരെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്റെ കുടുംബങ്ങളും നാട്ടുകാരും നരകത്തിൽ കിടക്കരുതെന്നതിന് എനിക്ക് നിർബന്ധമുണ്ട് മൗലവി. അതുകൊണ്ട് തന്നെ പറയട്ടെ, ഞാനൊരു സ്ഥലത്ത് തലവേദനയായി കിടന്നാൽ, അല്ലെങ്കിൽ ഞാനൊരു ഭാഗത്ത് മരിച്ചു കിടന്നാൽ, എന്റെ വീട്ടിൽ വരേണ്ടവരും എനിക്ക് മയ്യിത്ത് സ്കേരിക്കേണ്ടതും എന്റെ ഈ നാട്ടുകാരാണ്. അവരെ നിങ്ങൾ പിഴപ്പിക്കാൻ വേണ്ടി ഷാർജയിൽ നിന്നും പെരിന്തൽമണ്ണയിൽ നിന്നും വന്നാൽ ഞാൻ ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഓരോ കളവുകളും പിടിച്ച് എന്റെ നാട്ടുകാരുടെയും പൊതുജനങ്ങളുടെയും മുന്നിൽ കാണിക്കാതെ ഞാൻ ഇരിക്കുന്ന പ്രശ്നമേ ഇല്ല.